ഹലോ. രാത്രിയിലും രാവിലെയും നമുക്ക് മുഖത്ത് അടിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടോണറാണിത്. നമുക്കിത് സ്കിൻ വൈറ്റനിങ്ങിനും അതേപോലെ തന്നെ നമ്മളെ ചർമ്മത്തിൽ വരുന്ന ചെറിയ ചെറിയ പാടുകളെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു ടോണർ സഹായിക്കും. അപ്പോൾ നല്ലൊരു ടോണറാണ് ഇത്. ഇതിങ്ങനെ തയ്യാറാക്കാന്നുള്ളത് നമുക്ക് ഫുൾ വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇത് കുക്കുംബറാണ്, സാലഡ് കുക്കുംബർ ഉണ്ടല്ലോ, ആ സാലഡ് കുക്കുംബറാണിത്. ഇത് ഒന്നെങ്കിൽ ഇത് നല്ല രീതിയിൽ ഒരു ഇളം ചൂട് വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കഴുകി എടുത്തിട്ട് ഈ തൊലി എടുക്കാം. അല്ലാന്നാണെങ്കിൽ ഇതുപോലെ തൊലി കളഞ്ഞിട്ടും എടുക്കുക. ഞാനിവിടെ കുറച്ചും കൂടി ഒരു സേഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ തൊലി നല്ല രീതിയിൽ തന്നെ കളഞ്ഞെടുക്കുന്നുണ്ട്. കാരണം ഒരുപാട് മരുന്നടിച്ചിട്ടെല്ലാം വരുന്നതാണ്. നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ളതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിത് നന്നായിട്ട് തൊലി കളഞ്ഞ് ഇതുപോലെയുള്ള ഒരു ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിങ്ങനെ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു വെള്ളമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കതിൻ്റെ വെള്ളം കറക്റ്റ് കിട്ടും ഇതുപോലെ. അതേ സ്ഥാനത്ത് നമ്മൾ മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ട് നമുക്കിത് അടിച്ചെടുക്കാനും പറ്റും. പക്ഷെ അങ്ങനെ വെള്ളമില്ലാണ്ട് അടിച്ചെടുത്താൽ നമ്മൾ അരിപ്പയിൽ കൂടി പിഴിഞ്ഞെടുക്കുമ്പോൾ ഇത്രക്കങ്ങ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ നീര് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആൽമണ്ടിൻ്റെ ഓയിൽ 1 ടീസ്പൂണും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗ്ലിസറിനുമാണ്. ഇത് രണ്ടും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് ഈ ഒരു വെള്ളത്തിൽ മിക്സായി കിട്ടാൻ കുറച്ച് പണിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇത് ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. പക്ഷേ ആ ഷേക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ ഷേക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും. എല്ലാന്നാണെങ്കിൽ ഇതുപോലെ നല്ലോണം തന്നെ അലോവേര ജെല്ല് ഈ ഒരു വെള്ളത്തിലേക്ക് ലയിപ്പിച്ചെടുക്കണം. അലോവേര ജെല്ല് ഒരു എന്താ പറയുക, നമ്മൾ ഈ ഗീയെല്ലാം ഇട്ടിട്ട് ഇതാക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാകുക. പക്ഷേ കുറച്ച് നേരം നമ്മളിങ്ങനെ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത് ഇതിലേക്ക് ലയിച്ചു പോയിക്കോളും കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെയുള്ള സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെറം ബോട്ടിലുണ്ടെങ്കിൽ നിങ്ങളെടുത്ത് അതുപോലെയുള്ള ബോട്ടിൽസിൽ നിങ്ങൾക്ക് ഇത് ഒഴിച്ച് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇങ്ങനെ സ്പ്രേ ഉള്ളതാണെങ്കിലാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ഉണ്ടാകുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മുടെ ഫേസിലേക്ക് അടിച്ചു കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് കേട്ടോ. ഫ്രിഡ്ജുള്ളവർ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക. അല്ലാന്നാണെങ്കിൽ പുറത്ത് വെച്ചാലും ഒരു 4-5 ദിവസം ഇത് കേടുകൂടാണ്ടിരിക്കും. ഇതുപോലെ ഒരു അടപ്പുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ച് സൂക്ഷിക്കുക. ദിവസവും നിങ്ങളിത് യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുഖത്ത് ഫുള്ളൊന്ന് അടിച്ചു കൊടുക്കുക. മുഖത്ത് ഫുള്ളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേയും രാവിലെയും നിങ്ങൾക്ക് ഈ ഒരു ടോണർ യൂസ് ചെയ്യാം. നല്ലൊരു കുക്കുംബർ ടോണറാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ഇതിൽ ആൽമണ്ടിൻ്റെ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലോ ഒലീവ് ഓയിലോ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഓയിലി സ്കിന്നുള്ളവർക്ക് ആൽമണ്ട് ഓയിൽ പിമ്പിൾസ് വരാണ്ടിരിക്കാൻ സഹായിക്കും. ചിലർക്ക് ഓയിലി സ്കിന്നുള്ളവർക്ക് ഓയിൽസ് യൂസ് ചെയ്താൽ പിമ്പിൾസ് വരുന്ന പ്രശ്നമുണ്ടല്ലോ. ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യുന്നവർക്ക് വല്ലാണ്ട് അങ്ങനെ പിമ്പിൾസ് വരാറില്ല. അതുകൊണ്ടാണ് ഞാൻ ആൽമണ്ട് ഓയിൽ പ്രിഫർ ചെയ്തത്. ഇനി ആൽമണ്ട് ഓയിലെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ അവൈലബിൾ ആണ് കേട്ടോ അതെല്ലാം. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്, ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക്. ആവശ്യമുള്ളവർക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് നോക്കിയിട്ട് പൈസയെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നതാണ്. അലോവേര അതേപോലെ തന്നെ ആൽമണ്ടിൻ്റെ ഓയിൽ, ഗ്ലിസറിൻ ഇതെല്ലാം വേണമെങ്കിൽ എല്ലാം ഞാൻ ടാഗ് ചെയ്യുക. ആവശ്യമുള്ളവർ അതിൽ പോയിട്ട് പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ടോണർ യൂസ് ചെയ്തിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.